ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാൽ ഇതിപ്പോൾ എവിടെയാണ് എന്ന് അറിയില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണം ലഭിച്ചുവെങ്കിലും വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ പങ്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതേസമയം വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം ലഭ്യമായില്ല. പാളികൾ സ്വർണ്ണം പൂശി നൽകിയതും ഒപ്പം തന്നെ ശില്പങ്ങൾക്ക് പീഠം നിർമ്മിച്ച് നൽകിയതും ബാംഗ്ലൂർ മലയാളിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2019 നിർമ്മിച്ച് സ്വർണ്ണം പൂശി നൽകിയ പീഠങ്ങൾ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണം. ചുരുക്കത്തിൽ ഇതിന് ദേവസ്വം ബോർഡാണ് മറുപടി നൽകേണ്ടത്. 2019 കോവിഡ് നിയന്ത്രണം അതിരൂക്ഷമായിരുന്ന കാലയളവാണ് എന്നതിനാൽ തന്നെ ചെന്നൈയിൽ നിർമ്മിച്ച് സ്വർണ്ണം പൂശിയ ഈ പീഠങ്ങൾ ചെന്നൈയിൽ നിന്നും തീർത്ഥാടനത്തിനെത്തിയ ഒരു സംഘം ആളുകളുടെ പക്കൽ കൊടുത്തയക്കുകയായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത്. അന്ന് ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നില്ല. ഈ ചെന്നൈയിൽ ഇതേ കമ്പനി സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ കൊണ്ടുവന്ന് ഇത് കൊടുത്തപ്പോൾ അത് വച്ചു നോക്കിയപ്പോൾ അതിലൊരു അപാകത തോന്നി. കാര്യം സൈസിൽ വ്യത്യാസം വന്നു. ഉദ്യോഗസ്ഥർ അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊരു അവ്യക്തത ഇപ്പൊ വിജിലൻസ് അത് അന്വേഷിക്കാനായിട്ട് കോടതി എന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ പീഠവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി വരും എന്നുള്ളത് തന്നെയാണ് സ്പോൺസർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിൽ എത്തിച്ചിട്ടുള്ള സ്വർണ്ണം പൂശിയ പാളികളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായി വരികയാണെന്നും അത് മുൻ നിശ്ചയിച്ച പ്രകാരം 19-ാം തീയതി തന്നെ ശബരിമലയിൽ തിരികെ എത്തിച്ച് സ്ഥാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതിന് അനുബന്ധമായി വരുന്ന പൂജകളുടെ ചെലവ് കൂടി അദ്ദേഹം വഹിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന് സ്പോൺസർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരിട്ടെത്തി അതിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുകയാണ്.